നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കാൻ അധികാരമില്ല എന്നും കോടതി പറഞ്ഞു. ഗവർണറുടെ വിവേചനാധികാരം പരിമിതപ്പെടുത്തുന്നത് യുക്തിസഹമല്ലെന്നും കോടതിയുടെ നിരീക്ഷണം. രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിച്ചല്ലോ, സമയപരിധി. ആ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് തന്നെ കോടതി പറയുകയാണ്. സമയപരിധി നിശ്ചയിക്കുന്നത് ഉചിതമല്ല എന്ന് കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതാണ്. അതാണ് നമ്മൾ ഗവർണറുമായി സർക്കാർ നടത്തിയിരുന്ന കോൺഫ്ലിക്റ്റിന്റെ പ്രധാനപ്പെട്ട കാരണം. ബില്ലുകൾ കാരണമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഫെഡറലിസത്തിന് വിരുദ്ധമാണ് എന്നും സുപ്രീംകോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി വിവേചനാധികാരമാണ്. ഗവർണറുടെ വിവേചനാധികാരം അത് പരിമിതമാണ്. മണി ബിൽ അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. രണ്ടാമതും പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർക്ക് മറ്റൊരു സാധ്യതയുമില്ല എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും തടഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യാം? തടഞ്ഞു വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം, നിയമപരമായി നീങ്ങാൻ സാധിക്കും. അടുത്തത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ഗവർണർമാർ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി കോടതി ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഗവർണറെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒരു സംസ്ഥാനത്ത് ഭരണം കൈയാളുന്നതിന് 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് വേണം ഗവർണർ പ്രവർത്തിക്കാൻ. 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാകേണ്ടത് സർക്കാരാണ്. അതായത് അധികാരം എന്ന് പറയുന്നത്, അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിലായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. നിയമസഭാ ഗവർണർ ആശയവിനിമയം, അതായത് എന്നെ കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല എന്ന് നമ്മുടെ ഗവർണർമാർ 2 പേരും, ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഒക്കെ പല കാര്യങ്ങളിലും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ആശയവിനിമയം വേണമെന്നുള്ളത് കോടതി പറയുന്നുണ്ട്. ഗവർണർമാർ ചുമതല നിർവഹിച്ചില്ല എങ്കിൽ കോടതിക്ക് ഇടപെടാം എന്ന ഒരു ക്ലോസ് കൂടി കൃത്യമായി കോടതി ഇന്ന് മുന്നോട്ട് വയ്ക്കുകയാണ്. PR സുനിൽ നമുക്ക് ഒപ്പം ചേരുകയാണ്. PR സുനിൽ, ഗുഡ് ഈവനിങ്. ഇതായത് 2 കൂട്ടർക്കും അവകാശപ്പെടാൻ ധാരാളമുണ്ട്. അതായത് സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, അങ്ങനെ ഗവർണർക്ക് ഇനിയെല്ലാം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷേ സമയപരിധി, ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ള 2-അംഗ ബെഞ്ചിന്റെ വിധി അതിപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ ഗവർണർക്കും പറയാം.